Hi guys, good morning. Oh, 9:15 അപ്പോൾ ചാമരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈറ്റർ. അങ്ങനെ പതിവ് പോലെ അമ്മയുണ്ട് കേട്ടോ വണ്ടിയിൽ. അമ്മനെ നേരെ ബാങ്കിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു 10,000-2,000 രൂപ കൂടി എടുക്കണം കേട്ടോ. ടാർഗറ്റ് വെക്കണല്ല. ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇല്ലെങ്കിൽ പെട്ടുപോകും. ആഗ്രഹം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ആഗ്രഹം മാത്രം. ട്രിപ്പ് കിട്ടണ പോലെ ആയിരിക്കും നമ്മുടെ ഓട്ടം. നിങ്ങൾക്കറിയാലോ, ഈ മാസമായിട്ട് ഭയങ്കര ശോകമാണെന്ന്. സോ കിട്ടണത് എന്താണോ അത് വെച്ച് ഹാപ്പി ആകാൻ നോക്കാം. 2 രൂപ ഒപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നടപടി ആവില്ലെന്ന് വഴിയേ കാണാട്ടാ. 2000 ഞാനിത് ഓണാക്കിയിട്ടാ. ഇത് ഓണാക്കിയപ്പോൾ തന്നെ ഒരു റഡാറിലൊരു ട്രിപ്പ് വന്ന്. അതെനിക്ക് കിട്ടിയില്ല, വേറെ ഡ്രൈവർ കൊണ്ടുപോയി. സോ പിന്നെ അടുത്തൊരു ട്രിപ്പിന് വേണ്ടി കാത്തിരിക്കാം. യെസ് ഗൈസ്, എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. ഞാൻ ഊബർ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഒലയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണില്ല. ഒലയുടെ കസ്റ്റമർ കെയർ നമ്പർ വിളിച്ചിട്ടും എനിക്ക് കണക്ട് ആകണില്ല. സോ ഒല നമുക്ക് പെൻഡിങ്ങിൽ ഇടാം. ഓൺലി ഊബർ മാത്രമാണ് ഞാൻ ഓൺ ആക്കിയിരിക്കണത്. ഊബർ നമുക്ക് എത്ര രൂപ ഇന്ന് ഏണിങ്സ് തരുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് 1 മിനിറ്റ് അപ്പുറത്താണ്ട കസ്റ്റമർ നിൽക്കണത്. ഞാൻ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. കസ്റ്റമർ വന്നില്ലട്ടാ, പോസ്റ്റാണ്. വെയിറ്റ് ചെയ്യാം. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ട് പോകുന്നില്ല. ഒരു ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. മീൻസ് 153 രൂപ നമ്മൾ ഏൺ ചെയ്തേക്കണത്. ഒരു 1800 സംതിങ്ങും കൂടി നമ്മൾ ഇന്ന് ഒപ്പിക്കണം. നമ്മളിപ്പോൾ നിൽക്കണത് മറ്റേ KSRTC സ്റ്റാൻഡില്ലേ, KSRTC ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ്ടാ. ഒരു ട്രിപ്പ് അടിച്ചിട്ടാ. ബാക്ക് സൈഡാണ്. പോട്ടെ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോസ്റ്റ് ആയുള്ളൂ കേട്ടോ. അതിന് മുമ്പ് തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ച് ബാക്കിലോട്ട് തന്നെ ഇട്ട് വളക്കാം. കറക്റ്റ് സ്ഥലത്ത് തന്നെ നിർത്തിയില്ല. മച്ചാമാരെ, ഇപ്പം ഈ ട്രിപ്പ് തൈക്കാവിലേക്കാണ് കാണിച്ചത്. അപ്പം ഞാനിതിനെ ഞാൻ ഈ കസ്റ്റമറെ കൊണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് ബാക്കി നോക്കാടാ. ഗൈസ്, ഈ കസ്റ്റമർ ഇറങ്ങിയപ്പോൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ മേഡത്തിനോട് വേറെ മറ്റേ മേഡം പറഞ്ഞേ, എന്നാൽ ഇനി അടുത്ത വണ്ടി ബുക്ക് ചെയ്തോ, നമുക്ക് തിരിച്ച് ഇപ്പം തന്നെ അങ്ങോട്ട് പോകാനുള്ളതെന്ന്. ഞാൻ പറഞ്ഞു, അടുത്തത് ബുക്ക് ചെയ്താൽ എന്നെ തന്നെ കിട്ടുള്ളൂ, ഞാനിവിടെ തന്നെ നിന്നാൽ പോരെ, നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് പോരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ച്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എന്ത് വെയിറ്റ് ചെയ്യണേന്നല്ലേ, എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് നമുക്കൊരു സീനുമില്ല. ഇപ്പം അവർ 230 രൂപ ഉണ്ട് എനിക്കാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആ എമൗണ്ട് തന്നെ തന്നാൽ മതി, നോ സീൻ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ആ സംഭവം കൊടുത്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ തിരിച്ച് നമ്മ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് പിന്നെയും ഡ്രോപ്പ് ഇടണം. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഇതിൽ 333 രൂപ പ്ലസ് ഇനി തിരിച്ച് അങ്ങോട്ട് കൊണ്ടാക്കുമ്പോൾ 230 രൂപയും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഊബർ സുലാൻ 34 ആയിട്ടുള്ളൂ. 500 റുപ്പീസിൻ്റെ അടുത്ത് നമ്മൾ ഏൺ ചെയ്യാറായി. അവരുടെ കോൺവെർസേഷനിൽ നിന്ന് ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത്, അവിടെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ നിൽക്കണോ? ജസ്റ്റ് അതൊന്ന് കൊടുത്താൽ മതി മോനെ, ഇതിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട്. ഇതേപോലത്തെ കസ്റ്റമർ ഒരു 5-6 കയറിക്കഴിഞ്ഞാൽ ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ സെറ്റായിട്ട് അടിക്കും. 2000 CNG ഉണ്ട് കേട്ടോ. CNG ഇന്നലെ അടിച്ചതിൻ്റെ ആടാ പകുതിയേ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വണ്ടി വേറെ വന്നുണ്ടല്ലോ. എങ്ങോട്ടാ മോനെ? കമോൺ എവരിബഡി. നമ്മളറിയാവുന്ന മച്ചാനായിരുന്നു കേട്ടോ. യെസ്, പേര്
ഷിഹാസ് ബ്രോ വേണ്ട, നമ്മുടെ കമന്റ് സെക്ഷനിൽ എപ്പോഴും കമന്റ് അടിക്കണ മച്ചാനാണ്. വെണ്ണല റൈഡർ അല്ലെ, ഈ വീഡിയോയിൽ എന്തായാലും കമന്റ് അടിക്കണോടാ. അപ്പൊ ട്രിപ്പ് ഇട്ടിട്ട് വന്നില്ല ഇങ്ങോട്ട്? ചിന്മയില് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടം വരെ ഇങ്ങോട്ട് വന്നെന്തിനാ? എന്നെ കണ്ടിട്ട് വന്നാണോ? സ്പോട്ട് ചെയ്തിട്ട് വന്നേ. ഞാനിപ്പോ കസ്റ്റമർ റിട്ടേൺ ഉണ്ട്, ഞാൻ പറഞ്ഞ ഞാൻ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ. അപ്പൊ ഹാപ്പി ബ്രോ, താങ്ക് യു. അതെ, ഇനി എന്തായാലും കാണാലോ, ഇവിടെ തന്നെ അല്ലേ, എന്തായാലും കണ്ടുകൂട്ടും. ആ ട്രിപ്പ് അടിച്ചു പോണായിരിക്കും അല്ലേ. ഓക്കെ, താങ്ക് യു. മച്ചാൻ എന്നെ കണ്ടിട്ട് വന്നേണ്ടാ. ഷോ എന്നാലും നമ്മളെ കണ്ട് തിരിച്ചു വന്നല്ലോ. എന്നെ കണ്ടിട്ടല്ല, എൻ്റെ വണ്ടി കണ്ടിട്ട്. എന്നാലും നീ സെലിബ്രിറ്റി ആണ് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നോ, എത്ര പേരാണെന്നറിയും ഇപ്പം നമ്മളെ കണ്ട് സ്പോട്ട് ചെയ്യണത്. കുറേ പേരെ ഞാൻ വീഡിയോ എടുക്കൂല, കാരണം ചിലവർ പറയും വേണ്ട ബ്രോ നാണോ എന്ന് പറയും. ഞാനപ്പോൾ ചോദിച്ചിട്ട് എടുക്കണം, വീഡിയോയിൽ വരുത്തണോ? മച്ചാൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് കേട്ടാ. താങ്ക് യു സോ മച്ച്. എന്തായാലും മച്ചാൻ ഈ പ്രാവശ്യം കമൻ്റ് അടിക്കുമ്പോൾ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കടാ. എല്ലാവരും ആ കമൻറ്റിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാലും എൻ്റെ വണ്ടി ഈ ആളെ പുലിയാണല്ലോ. കസ്റ്റമറാ ഇവിടെയുള്ള ആശിഷ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു കടയിൽ ഇറക്കി വിട്ടിട്ടാ. അവർക്ക് അവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര രൂപയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ തന്നാൽ മതി മാഡം എന്ന് പറഞ്ഞു. ഇവിടെ കുറച്ചധികം നേരം പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശോകം സ്ഥലമാണ് ഞാൻ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റായി ട്രിപ്പില്ല. ഓവർ ട്രിപ്പ് കിട്ടിയിട്ടാ നമുക്ക്. ചെറിയ ട്രിപ്പാണ്, 150. എല്ലാം ലോക്കൽ ട്രിപ്പ് അടിക്കണത്. അത്തക്കത്ത് അതാകുമ്പോൾ വാട്ടർ മെട്രോൻ്റെ അവിടെ നിന്നാണ് എനിക്ക് അടിച്ചത്. ഞാൻ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. കസ്റ്റമർ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കണതായിട്ടാണ് കാണിക്കണത് കേട്ടോ. ഓക്കെ, കസ്റ്റമറെ ഡ്രോപ്പ് ഇട്ട സമയം കണ്ട 11:40. ആകെ ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡ്രോപ്പ് ഇട്ട സമയമുള്ളത് കാരണം മുട്ടം ബ്ലോക്കായിരുന്നു. എന്തോ ഒരു സമ്മേളനമോ പ്രസംഗമോ എന്തൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഏരിയ ഫുള്ള് ട്രാപ്പായിരുന്നു. വീസ് ആകെ ബോറടിച്ച് വന്നു. ഒരു 50-60 വയസ്സുള്ള ഒരു ചേട്ടനായിരുന്നു. പുള്ളിയൊന്നും മിണ്ടിയില്ല, പുള്ളിയും പോസ്റ്റായി. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ പൈസ ഇട്ട് തന്നു. നമുക്ക് പനമ്പള്ളി നേറിൽ എവിടെയെങ്കിലും പോയി നിൽക്കാം. 469 രൂപയായിട്ടാ. പ്ലസ് ഒരു 230 റുപ്പീസ് നമുക്ക് ഡയറക്റ്റ് കിട്ടിയത്. ഭയങ്കര ബ്ലോക്കാണ്. ആ കസ്റ്റമറും കഴിഞ്ഞ് ഇനി അടുത്ത ഒരു ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. ഐ തിങ്ക് ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു ട്രിപ്പ് അടിച്ചത്. അതെ ഗൈസ്, ഐ ആം ട്രാപ്ഡ്. യൂ ടേൺ എടുക്കേണ്ടി വരും. വണ്ടി വന്നുണ്ടോ അവിടെ നിന്ന്? ഇല്ല, റിസ്ക് ആണ് ഇത്തിരി. ഞാനിതൊന്ന് പണി പറ്റിക്കട്ടെ. നമ്മളവിടെ കളി സംഭവം. ഞാനപ്പം തന്നെ വണ്ടി വളച്ച്, കാരണം കസ്റ്റമർ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം. പിന്നെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെയിൽവേ ക്രോസ് ബ്ലോക്കാണ്. അതെപ്പോൾ തുറക്കും ദൈവത്തിനറിയാം. കസ്റ്റമറും പോസ്റ്റാവും. നൈസായിട്ട് അവിടെ ഇട്ട് തന്നെ അങ്ങോട്ട് വളച്ച് കൈസ് പൊള്ളിയായിരുന്നു. ഇപ്പോൾ കസ്റ്റമർ ഇവിടെ എവിടെയോ നിൽക്കണേട്ടാ. ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ. എന്നിട്ട് കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. വെയിറ്റ് ചെയ്ത് കാണുക ഗൈസ്, നിങ്ങൾ കാണുക. കസ്റ്റമർ ലൊക്കേഷൻ കുറച്ച് ബാക്കിലായിരുന്നു കേട്ടോ. ആണോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയും കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെയും. പക്ഷേ എനിക്ക് ഈ ഏരിയയിൽ വണ്ടി നിർത്താൻ പറ്റണല്ലോ, കാരണം ഇത് 1 വേ ആണ്. അതല്ല, സൈഡ് ഒതുക്കി നിർത്തിയേക്കണ സ്ഥലങ്ങളിലൊക്കെ ബൈക്കും പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കവിടെ നിർത്താൻ പറ്റില്ല. മാഡം പോസ്റ്റാണ്, ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞ് കുറച്ച് വണ്ടി മുമ്പോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്, മാഡം നോക്കുന്ന പറഞ്ഞപ്പോൾ ആ മാഡം വരാമെന്ന് പറഞ്ഞു. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഒരു സീൻ കിട്ടി. സീൻ എന്ന് പറഞ്ഞാൽ ഊബർ ആപ്പ് ചതിച്ച്, എന്നെയല്ല ചതിച്ചത്, കസ്റ്റമറാണ് ചതിച്ചത്. ഊബർ ആപ്പ് കസ്റ്റമറുടെ അടുത്ത് പറയുന്നു, മീൻസ് കസ്റ്റമറുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഊബർ പണി തന്നെ മാഡം, എനിക്ക് ഇങ്ങനെ ഈ OTP ഇല്ലാതെ എനിക്ക് കസ്റ്റമറെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ മാഡം പറഞ്ഞു അയ്യോ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട മോനെ, ഇത് ഓക്കെ മീൻസ് പുള്ളിക്കാരത്തിൽ അത് ലോഡിങ് തന്നെ ആയിക്കൊണ്ടിരിക്കണം. ഡ്രൈവർ റീച്ചിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കണത്.
ഞാൻ നോക്കിയിട്ടും ഒന്നും നടപടിയാണല്ലോ. എന്നാൽ ക്യാൻസൽ ആക്കാൻ പറ്റണം. മാഡത്തിന് ക്യാൻസൽ ആക്കാനുള്ള ഓപ്ഷനും ഇല്ല. ആകെ വിട്ട് ഞാൻ പറഞ്ഞു ഇതില്ലാതെ എനിക്ക് പോകാനും പറ്റില്ലല്ലോ, എന്താ ചെയ്യാൻ പറ്റണേന്ന് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ഞാൻ മരടിലേക്കാണ് ബുക്ക് ചെയ്തത്. അവൻ ചോദിച്ചു എത്ര രൂപ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ 200 റുപ്പീസാണ് കാണിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറൊരു ഓപ്ഷൻ ഇല്ല, കസ്റ്റമറെ എനിക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. ഞാനൊരു പണി ചെയ്യാം, എനിക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ ക്യാൻസൽ ആയിക്കോളാം മാഡം, സീനില്ല. ഞാനിപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടില്ല. ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഏരിയ വിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കാം, എന്നിട്ട് നൈസായിട്ട് ഊബറെ ഞാനല്ല തെറ്റുകാരൻ. കസ്റ്റമറിൻ്റെ ഫോൺ ഹാങ് ആയതാണ്. ഊബറിൻ്റെ കസ്റ്റമറെ ഞാൻ ബാഡാക്കിയിട്ടില്ല എന്നൊക്കെ മനസ്സിൽ പറയാനേ പറ്റുള്ളൂ. ഊബർ കേൾക്കണ്ടേ? ഓണാക്കി നോക്കാം, എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. എന്തായാലും നമ്മൾ ചെയ്തൊരു ഉപകാരമാണ്. ആ ഉപകാരത്തിൽ എനിക്ക് 200 രൂപ കിട്ടി, 50 രൂപ മാഡം ടിപ്പെന്നു. കാരണം അവരെ സംബന്ധിച്ച് അത് ഞാൻ ചെയ്തത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഊബറിനെ സംബന്ധിച്ച് ഞാനൊരു വില്ലനായി മാറി, മനസ്സിലായോ? അതായത് കട്ട് ചെയ്തിട്ട് ട്രിപ്പ് എടുത്തിട്ട് ഊബറിന് കമ്മീഷൻ കൊടുക്കാതെ ഓടിയെന്നല്ലേ ഊബർ വിചാരിക്കോളൂ, മനസ്സിലായോ? അങ്ങനെ വിചാരിച്ചിരിക്കണ്ടാവും. പണിയാവോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കട്ടെ, അല്ലെങ്കിൽ ഐ ആം ട്രാപ്ഡ്. വേറെ പെട്രോൾ ചേട്ടന് ഓടി വന്നി നമ്മുടെ പെട്രോൾ പമ്പില. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാ? അപ്പം മോനെ പെട്രോളാണ് അടിക്കണേന്ന്. ഞാൻ പറഞ്ഞ പെട്രോളാണ്, പ്രീമിയം ഉള്ള സാധ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 തമ്മിൽ എന്താ വ്യത്യാസം ചേട്ടാന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു പ്രീമിയം 7 രൂപ കൂടുതലാണ്. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ അപ്പുറത്തെ പമ്പിൽ നിന്ന് അടിച്ചോളാം കേട്ടോ. അവർ ചിരിക്കണേ. നൈസ്. അതിന് നമുക്ക് അപ്പുറത്തെ പമ്പിൽ നിന്ന് അടിക്കാം. 7 രൂപ കൂടുതൽ. ഒന്നാമത് പെട്രോൾ വില കൂടുതലാണ്, അതിൻ്റെ ഇടയിൽ ഇനി 7 രൂപ കൂടി കെട്ടിയടിക്കാൻ ഞാനെന്ത് അംബാനിയാണ്? ഏത് മൂട്? അംബാനി മൂടുന്നു. എയറും കൂടെ അടിച്ച് ചെക്ക് ചെയ്തിട്ട് പോവാം. പെട്രോളും അടിച്ച് ഗ്യാസും അടിച്ച് ഈ എയർ അടിച്ച് പഴുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാം. ഊബർ വച്ചാണ് ഞാൻ ഓണാക്കി, പഴക്കിട്ടിരിക്കണമെന്ന് വേണ്ട, രാവ് നടപടി ഇല്ലെന്ന് തോന്നുന്നത്. യെസ്. ഹലോ, സുഖം. നമ്മുടെ വണ്ടി അറിയാത്തവരായിട്ടില്ലെന്നാണ്. എല്ലാ ടാക്സി സഹോദരന്മാർക്കും അറിയാട്ടാ, എല്ലായിടത്തും കമ്പനിയായി ഇപ്പം. വണ്ടി കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അങ്ങനെ മാത്രമല്ല കേട്ടാ, ഗുണമുണ്ട് നിന്നെ കൊണ്ട്. ചേട്ടാ രാവിലെ ഇറങ്ങിയതാണോ? അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഇനി വൈകിട്ട് ഇറങ്ങുള്ളൂ. ഭയങ്കര ചൂടുന്നു. നമുക്ക് അങ്ങനെയല്ലല്ലോ, നമ്മ ഇപ്പം 450 പ്ലസ് 230 പ്ലസ് 250 അത്രേ സമ്പാദിച്ചിട്ടുള്ളൂ. നമുക്ക് 2000 അല്ലേ നമ്മുടെ ടാർഗറ്റ്. നമുക്ക് എമറഡിയനിൽ പോയി കിടക്കാം. ഊബർ വഴക്കിട്ടിരിക്കണമെന്ന് അറിയില്ല. ഞാനുള്ള കാര്യം ഊബറെ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് തെണ്ടിത്തരം കാണിക്കാത്തതുകൊടുത്താണ്. ഞാനുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്നെ ബ്ലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കും. വേറെ നമ്മളൊന്നും പറയണില്ല. ഞാൻ വേറെ വല്ല പണിക്കും പോകുന്നുണ്ട്. ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാടാ. ഇവിടെ ഹോട്ടൽ അമ്പാടി. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശത്ത് കൂടി കയറാനാണ് നോക്കിയത്, പക്ഷെ അവിടെ വണ്ടിയുടെ സ്ഥലമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ കൂടി ഒരു വഴി, അങ്ങനെ ഇതിൻ്റെ പുറകുവശത്ത് കൂടി കൊണ്ട് കയറ്റിയിട്ട് നമുക്ക് അടുക്കള വഴി കൂടി നൈസായിട്ട് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടി കയറട്ടെ. അവിടെ പോയിരുന്ന് ഫുഡ് അടിക്കാം. അപ്പോൾ പാർക്ക് ചെയ്യാനും സ്ഥലം കിട്ടി. ഇപ്രാവശ്യം ഹോട്ടലിൽ അടുക്കള വഴി കൂടി കയറാം. ഫുഡ് അടിച്ച് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാ ഊബർ. അപ്പം തന്നെ ഒരു ട്രിപ്പ്. പക്ഷെ എന്താണല്ലേ, അയ്യോ ഞാൻ ട്രിപ്പ് ഇട്ട് വെച്ചില്ലായിരുന്നു. ട്രിപ്പ് ഇട്ടിട്ടും കാര്യമില്ല. മൈലേജൊക്കെ മാക്സിമം കൂടി വന്നു കഴിഞ്ഞാൽ 140 150 കിട്ടണമല്ലോ എനിക്കിവിടെ. ഈ ട്രിപ്പ് എടുക്കാൻ പോകേണ്ടത് ഐ തിങ്ക് തേവരെ ഇപ്പോൾ എടുക്കണമെന്ന് തോന്നണ്ട, വൈറ്റിലേക്കാണ് ട്രിപ്പ് കാണിച്ചേക്കണത്. ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്നോ അയച്ചത്. അതന്നെ ഊബറിൽ നിന്നാണ്. ഹലോ കേൾക്കുന്നുണ്ടോ? കാലിൻ്റെ ലിഗ്മെന്റ് തെറ്റി പോയ ഒരു മച്ചാനായിരുന്നല്ലോ. കറക്റ്റ് അല്ലല്ലോ. നേരെ അറ്റത്താണ്
വീടാണോ ഫ്ലാറ്റാണോന്ന് അറിയില്ല. അവിടെ കൊണ്ട് ഡ്രോപ്പ് അടിച്ചത്. നല്ലൊരു ബികോമിന് പഠിക്കണ സ്റ്റുഡൻ്റ് ആയിരുന്നു, ബികോം സ്റ്റുഡൻറ്റ്. അവൻ്റെ കാലിന് സീനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റമ്പലാക്കി തരാ, ഡോണ്ട് വറി, ഞാൻ ബാക്ക് അടിച്ച് പോയിക്കോളാം, ഇപ്പോൾ ഗേറ്റൊക്കെ തുറന്നൊന്നും സീനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ. അങ്ങനെ ഈ വഴി കൂടിയൊക്കെയാണ് കയറി പോകുന്നത് കേട്ടോ. ഇപ്പോൾ 643 രൂപയും പ്ലസ് ഒരു 250 പ്ലസ് ഒരു 230. അതാണ് നമ്മുടെ ഇന്നത്തെ ഏണിങ്സ്. ഇപ്പോൾ സമയം 1:35. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടാം. അവിടെ നിർത്തിയിടാൻ പറ്റില്ല, ചെറിയ വഴിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് ഓടിച്ചോണ്ടിരിക്കണ. നമ്മുടെ ഡിക്കാത്തലോണ്ട് ഫ്രണ്ടിലുണ്ട് ഇടാ ഗൈസ്. ഇവിടെ നിന്ന് വെറുതെ സമയം കളയാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കേ നൈസായിട്ട് സ്കൂട്ടാ, അല്ലെങ്കിൽ ശരിയാവില്ല. വെറുതെ പോസ്റ്റ് അടിച്ച് കുറേ നേരം അവിടെ നിന്ന് ഗൈസ് ആയിക്കോട്ടെ ട്രിപ്പ്. പക്ഷേ കസ്റ്റമർ നിൽക്കണണ്ട, ഞാൻ നിൽക്കണ ഇവിടെ, കസ്റ്റമർ നിൽക്കണ ഇവിടെ. പക്ഷെ എനിക്കിനി പോയിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് കറങ്ങി, ബൈക്കിലേന്ന് യൂട്ടേൺ അടിച്ച് കറങ്ങി തിരിച്ച് വന്നിട്ട് ഈ ബാക്കിൽ ഇടവഴി കയറാനേ പറ്റുള്ളൂ. ബാക്ക് അടിച്ച് പോകാൻ പറ്റില്ലല്ലോ, ബാക്ക് ട്രാഫിക്കൊക്കെ സീൻ. കസ്റ്റമർ വിളിച്ച് നോക്കട്ടെ, ഇങ്ങോട്ട് വരാൻ പറ്റിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഈസിയായിട്ട് ക്യാൻസൽ അടിക്കേണ്ടി പറ്റും. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫ്രണ്ടിലൊരു മേജർ റോഡുണ്ട്. ആ റോഡ് കയറി ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. പക്ഷെ ഇത് കണ്ട, ഈ ഒരു റോഡ് മുറിഞ്ഞ് കിടക്കണം. കയറി നോക്കാം, അല്ലെങ്കിൽ ട്രാപ്പാവും. മേജർ റോഡ് ചെയ്താണ്. ഈ ഏരിയയിലാണ് നിൽക്കണ കസ്റ്റമർ, മനസ്സിലായ? പക്ഷെ അത് പിക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ കറക്കി പോകണമെന്ന് കാണിക്കുന്നത്. മേജർ റോഡിൽ കയറി നോക്കാം. മേജർ റോഡ് ഒരു മേജറായിട്ട് ഇരിക്കുന്ന റോഡാണ് കേട്ടോ. പക്ഷേ ആ മുറിഞ്ഞ റോഡ് എത്തിയിട്ടാ. മുറിഞ്ഞ റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, തൊട്ടടുത്ത് എത്തി മുറിഞ്ഞ റോഡ്. പക്ഷെ മുറിഞ്ഞ റോട്ടിൽ കൂടി കയറാതിരിക്കണേണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇതാണ് ആ മുറിഞ്ഞ റോഡ്. ഇത് അയ്യോ, ഇത് റോഡൊന്നുമല്ല, കയറിപ്പോയാൽ ഞാൻ പെട്ടാനെ. ഇനി കറങ്ങി 600 മീറ്റർ കറങ്ങി വന്നോടാ. എന്തായാലും വഴിയുണ്ട്. ആ മേജർ റോഡ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാനും പറ്റുന്നുണ്ട്, നിങ്ങൾക്കൊരു ഐഡിയ ആണ് അതൊക്കെ, മനസ്സിലായോ? ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ സൂം ചെയ്ത് ഓരോ റോഡൊക്കെ കണ്ടുപിടിക്കുക. അതെ, ഇപ്പം ഇത് കണ്ട, ഈ റോഡാണ് കാണിക്കുന്നത്. തിരിക്കും മോനെ, പോയി എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. കസ്റ്റമറിൻ്റെ ലൊക്കേഷനൊക്കെ കറങ്ങിയൊക്കെ കണ്ടുപിടിക്കണം. ആ സീനാണുള്ളത്. ഒരു ഊബർ ഡ്രൈവർ, അതായത് ഒരു ഓൺലൈൻ ഡ്രൈവറിൻ്റെ ജീവിതം ഉണ്ടോ നിങ്ങൾ കാണുന്നത്? യെസ്, അടുത്ത ഒരു ടേണിങ് കൂടി കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് തന്നെ ഉണ്ട് സ്ഥലത്തൊക്കെ. യെസ് ഗൈസ്, ലൊക്കേഷൻ എത്തിയിട്ടാ, ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ. ഇത് തന്നെ സ്ഥലം. ഈ വളവിലാണ് കാണിക്കുന്നത്. ഇതേണ്ടാ ഇന്ന് എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ കയറിയേക്കണ കസ്റ്റമർ, അതായത് നമ്മൾ ഇടവഴി കൂടിയാ കയറിയില്ലേ, അത് 2 സെലിബ്രിറ്റികളാണ്ടാ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, ഞാൻ ജാസി ആൻഡ് ആഷി, ജാസി ആഷിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയുണ്ടാവും, ഞങ്ങൾക്ക് വ്ളോഗ് ഉണ്ട്. ഞാനിപ്പോൾ അതിങ്ങനെ പറയുമ്പോഴാണ് പറഞ്ഞത് വ്ളോഗ് ഞങ്ങൾക്കും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് കൊച്ചി റൈഡർ മച്ചാന്റെ വണ്ടിയിലാണ്. പൊടി അടുത്താണ്. ഭയങ്കര കഥയും സ്റ്റോറിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവാൻ. നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ. എന്തെങ്കിലും ടെൻഷനൊക്കെ വണ്ടി ട്രാവൽ പൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ട്. ഞാൻ അവിടെ എന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞ പോലെ. അപ്പൊ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഒരു യാദൃച്ഛികമായി നമ്മൾ കണ്ടുമുട്ടി. അതെ അതെ അതെ. അപ്പൊ മച്ചാമാരെ, അപ്പൊ ഞാന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മളെ ജാസി ഇത് ചെയ്തോണ്ടിരിക്കണം, വ്ളോഗ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് കൊച്ചി റൈഡറിന്റെ വണ്ടി സജസ്റ്റ് ചെയ്യാൻ പാടില്ല? അയ്യോ, അത്ര വലിയ വ്ളോഗറൊന്നും അല്ലല്ലോ.
ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മതി, ആ സന്തോഷം. അപ്പൊ മച്ചാമാരെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെ കുറിച്ചിട്ട്. ജസ്റ്റ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെ ഇത് ചെയ്യുക, ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ നോർമൽ ഡേ ലൈഫിലത്തെ വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാണ്. നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഓക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ ഈ മച്ചാനെ ഫോളോ ചെയ്യുക. നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ മച്ചാനെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാമാരെ ഞാൻ ഇനി കസ്റ്റമറെ കൊണ്ട് ആക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. കേസപ്പ ജാസിയും ആഷിയും ഉണ്ടോ കയറിയത് വണ്ടിയിൽ? യെസ്, അവർ വേണ്ടി. ഓ അവർ നൈസാണ്ടോ കേസ്, അടിപൊളി. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല അവർ ഇത്ര നല്ല കമ്പനിയാണെന്ന്. ദൈവം, ഇത് പറമ്പല്ലായിരുന്നോ? ഏതോ ഗോഡൗണായിരുന്നു ഇത്. നല്ല അടിപൊളി കമ്പനിയാടാ. കുറച്ച് തിരക്കായിരുന്നു വേണം അവര്, എന്നാലും കമ്പനി അടിച്ചാണ്ടാ പോകുന്നത്. അവര് വ്ളോഗിങ്ങിലായിരുന്നു. അവര് ഈ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടാവുന്നത്. നൈസ് നൈസ്, നല്ല കമ്പനിയായിരുന്നു. ഹാപ്പി. ഇനി എന്തെങ്കിലും കണ്ടുമുട്ടാം. ഞാൻ സ്കൈലൈൻ്റെ താഴ്ത്തുണ്ടല്ലോ, സ്കൈലൈനിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് വന്നേട്ടാ. അവിടെ കുറേ വണ്ടികൾ നടക്കണ്ട. എനിക്ക് തോന്നണം ഈ ട്രിപ്പ് ആരും എടുത്തില്ലെന്നോ. 590 രൂപ എങ്ങാണ്ടോ കാണിച്ചേട്ടാ. ഇനി ടോളിന് 100 രൂപ പോവും. ശോകമാണ്. പിന്നെ എടുത്തേക്കാം, ട്രിപ്പില്ല. വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കണേനെക്കാട്ടും നല്ലത് ഇങ്ങനെ കറങ്ങി നടക്കാം. ഈ കസ്റ്റമറെ ഞാൻ ഇറക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയത് 900 റുപ്പീസ്. എനിക്ക് കിട്ടിയത് 500 സംതിങ് ആണല്ലോ. ഇപ്പം മൊത്തം 1317 രൂപേട്ടാ. നിൽക്കണമെങ്കിൽ നിൽക്കാം. 131 ക്യൂ. 3:32 സമയം. അപ്പം അടിച്ച് ഇല്ലെങ്കിൽ ഇല്ല. അടിക്കൂല മോനെ, അതിനൊക്കെ ഭാഗ്യം വേണം. ആണ് പ്രശ്നം. വേ ഔട്ട്. ഇവിടെ എവിടെയെങ്കിലും നിൽക്കാണെങ്കിൽ നിൽക്കായിരുന്നു. ഈ പുള്ളി അങ്ങാടെ പോണേ നോക്കട്ടെ. പുള്ളീൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. 131 ക്യൂ വേണ്ട. അടിക്കോ നോക്കിയിട്ട് പോവാല്ലേ. 100 രൂപ പോവും. 100 രൂപ അല്ല, 40 രൂപ പോവും. നിക്കണം വേണ്ടേ? വെറുതെ സമയം കളെ. ശോകം. ആക്കാല ആലുവിലും പോയി നിൽക്കാം. എനിക്ക് പോസ്റ്റ് അടിച്ച് നിൽക്കണം ചോ. അതുകൊണ്ടാണ് 131 അനങ്ങിയിട്ടില്ല. 10 മിനിറ്റാണ് സമയം. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ കൊടുക്കണം. മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ ചാട്ടി പുറത്തിറങ്ങണേ. എത്ര രൂപ പോയെന്ന് ഇപ്പോൾ കാണാം. ഫ്യൂസ് 60 രൂപ ഷോട്ട്, അല്ലെങ്കിൽ 100 രൂപ പോവും. തുറക്ക് ഇല്ലേ? 7 മിനിറ്റ്സ് കറക്റ്റ് 7 മിനിറ്റ്. 3 മിനിറ്റും കൂടി വൈകിയിരുന്നെങ്കിൽ പോയാനെ. 60 രൂപ പോയി. 2 മിനിറ്റ് കറക്റ്റ് 9 മിനിറ്റ്. ഞാൻ എൻ്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞ ഫാസ്റ്റാഗ് ആകണമെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റ് 7 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ 40 രൂപ കൂടി പിടിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേതുകൂടി തന്നെ തിരിച്ച് കയറോട്ടാന്ന് പറഞ്ഞു. പ്ലീസ് ലീവ് ദ പിക്കപ്പ് സോൺ. നോ, ഐ ആം ഗോയിങ്. എനിക്ക് നിന്റെ ട്രിപ്പ് വേണ്ട. ഇവിടെ നമുക്ക് ഇന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് പോവാല്ലേ? യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വയ്യ പോവാന്ന്. ഇവിടെ നിൽക്കാം കുറച്ച് നേരം. നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി അത്താണി പോയി ഒരു കട്ടൻ അടിക്കുക ഗൈസ്. കട്ടൻ ഈ പമ്പിൽ കയറി ഒന്ന് യൂറിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് യെസ് ഉഷാറായി ഗൈസ്. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ കയറിയ കസ്റ്റമർ രക്ഷ. അതായത് സംസാരിക്കണമെന്നില്ല, ഭയങ്കര ശോകമായിരുന്നു. കസ്റ്റമർ അല്ലേ ഗൈസ്. എയ്റോപ്ലെയിൻ കിടക്കണോക്കി. ഗോപ്രോയുടെ ബാറ്ററി തീർന്നിരിക്കുന്നു. ഐ നീഡ് ടു ചേഞ്ച് ദ ബാറ്ററി ഓഫ് ഗോപ്രോ ക്യാമറ. സൈഡ് ദുഃഖം മോനെ, സൈഡ്. യെസ് ഗൈസ്,
ഇപ്പോൾ സമയം 3:46. വി ഏണ്ട് 1300 പ്ലസ് ഒരു 250 പ്ലസ് ഒരു 230. ഈ പ്ലസ് 230 250 എന്താണെന്ന് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, സ്കിപ്പ് അടിച്ച് കണ്ടാൽ മനസ്സിലാവില്ല. സോ നമ്മൾ അത്ര ഏൺ ചെയ്തിട്ടാ. ബൈ ബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടേ. ഒരിടക്ക് ഞാൻ ഇവിടേക്ക് വന്നിരുന്നു, ഞാനിവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് ലിഫ്റ്റ് അടിക്കും എയർപോർട്ടിലേക്ക് പോകാൻ. ബാക്കി കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ തന്നെയായിരുന്നു സ്റ്റേയും കാര്യങ്ങളും. ഞാൻ നേരെ പള്ളുരുത്തിൽ നിന്ന് വരണ്ടേ, അതൊക്കെ ഷോകായിരുന്നു. അവസ്ഥ അന്നത്തോടെ വെറുത്തു പോയതാണ് ഞാൻ എയർപോർട്ട്. ഇപ്പോഴും എയർപോർട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത് വരണമെന്നില്ല. പിന്നെ റൈഡൊക്കെ പോകല, അപ്പോഴൊക്കെ നൈസ്. പിന്നെ നമ്മളല്ലേ കസ്റ്റമർ. ഞാൻ മാൽദീവ്സിൽ പോയപ്പോഴും മലേഷ്യയിൽ പോയപ്പോഴൊക്കെ അങ്ങ് പൊളിച്ച സെറ്റായിരുന്നു. അടുത്ത ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനിച്ചുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാം. ഇവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ എപ്പോഴും തിരക്കായിരിക്കും. സോ ഇതിലെ കൂടി വണ്ടി ഇറക്കാൻ പറ്റടാ, ഇവിടെ അടി ഇടിക്കും ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ചായ കുടിക്കാം കേട്ടോ. ദിസ് ഈസ് ദ ചായക്കട. തിരക്കില്ല രക്ഷപ്പെട്ട്. ഓക്കെ, ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കാണാം. ഇക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടാ, നൈസ് ടീ. ആൻഡ് ഐ ആം ഗോയിങ്. നമുക്ക് ആ പറവൂർ കവലയില്ലേ അവിടെ പോയി സമാധിയാക്കാം. യെസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാനിവിടെ സമാധിയായിട്ടാ. എനിക്കൊരു സ്ഥലം കിട്ടി, നല്ല തണലൊക്കെ ഉള്ള. അന്തരീക്ഷം മൂടി വരുന്നുണ്ട്. ഇന്നലെ മഴ പെയ്തായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. ഇന്ന് മഴ പെയ്യുമെന്ന് ദൈവത്തിനറിയാം. മഴ പെയ്ത അടിപൊളിയായിരിക്കും. മറ്റേ മച്ചാനല്ലേ ഇത്, നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലേ, ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ സമരം ചെയ്ത എന്തോ 10 വർഷത്തിൻ്റെ അടുത്തെങ്ങാണ്ടോ ഈ പുള്ളി ഈ ഒരു സമരത്തിൻ്റെ പുറകെ നടക്കണത്. കറുത്ത കൊടിയും വെച്ചിട്ടുണ്ട്, റോട്ടിൽ കൂടി നടന്നു പോകണണ്ടാലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ചേട്ടനും അനിയനും ഒക്കെ ഉള്ളവർക്കാണ് അതിൻ്റെ ഒരു സങ്കടം മനസ്സിലാവുള്ളൂ. ശരിക്കും അത് ശോകമാണത്. ഞാനേ ഒന്ന് ജസ്റ്റ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. എനിക്ക് ചെന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് കേസ്, പക്ഷേ പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. പുള്ളിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മർഡേർഡ് ബൈ കേരള പോലീസ്. ജസ്റ്റിസ് ഫോർ ശ്രീജീവ്. വല്ലാത്തൊരവസ്ഥയാണ്. സ്വന്തം ചേട്ടന് വേണ്ടിയുള്ള, മനസ്സിലായോ, സ്വന്തം ചേട്ടന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ദൈവം കാണുന്നുണ്ടെങ്കിൽ അല്ലേ ഈ പാവങ്ങളെയൊക്കെ ഇങ്ങനെ ഇട്ടെന്ന് അറിയിപ്പിക്കണതിനാണ്. എല്ലാത്തിനും ഒരു തീരുമാനം വെച്ച് കൊടുക്കാൻ പാടില്ലേ. ശോകം. എല്ലാവരും പുള്ളിനെ തന്നെ നോക്കണേട്ടാ. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞോളൂ, ഇപ്പം തന്നെ വന്നല്ലോ. ഒരു പുള്ളി പോണ്ട്, പുള്ളിയുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമാക്കി കൊടുക്കുക. സ്വന്തം ചേട്ടന് വേണ്ടിയല്ലേ. ചേട്ടൻ ഇനി കിട്ടാൻ പോള, എന്നാലും പുള്ളി ഇത്തരം വല്ലാത്തൊരവസ്ഥയുണ്ടോ പുള്ളി. അവൻ്റെ കോലം കണ്ടോ, ആകെ ക്ഷീണിച്ച്. ചെന്നൊന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് ബ്രോ, പക്ഷെ അത് ശരിയാവില്ല. ഒന്നും തോന്നരുത് കേസ്, അത് ശരിയാവില്ല. അതുകൊണ്ടാണ് എൻ്റെ മൈൻഡ് അതിന് സമ്മതിക്കണ. എന്തിന് നടപടിയാക്കി കൊടുക്കുമല്ലോ ഏപ്പടാ. 2018 BBC ന്യൂസായി ഇട്ടേക്കണാണ് പുള്ളിയുടെ. കണ്ട, ഇതാ സംഭവം. ശ്രീജിത്ത് വാണ്ട്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഇൻക്വയറി ഇൻ ടു ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റിസ് ഫോർ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതിടാ. ഇന്ത്യൻ പ്രൊട്ടസ്റ്റർ ബിക്കം സോഷ്യൽ മീഡിയ ഹീറോ. 2018 ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 2025 എന്നിട്ട് പുള്ളി നടക്കണമൊക്കെ. എത്ര പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ്, ഒരു ഗുണമില്ല അവസ്ഥ. ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടാ,
തെങ്ങോടിലേക്കാണ് ഒരു ട്രിപ്പ് വന്നേക്കണത്. തെങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയാണെന്നറിയില്ല. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ആദ്യം കസ്റ്റമർ എവിടെ നിൽക്കണേ നോക്കട്ടെ, അല്ലെങ്കിൽ സീനായി പോകും. തെങ്ങോട് നല്ല പരിചയമുള്ള സ്ഥലമുണ്ട്. അശ്യോ മറന്നു. എവിടെ കാക്കനാട് സൈഡാണോ ഇപ്പുറത്തെ സൈഡാണോ? ആലുവ ശിവരാത്രിയിലെ ആ സ്ഥലം ഇവിടെയാണ്. ആ സ്ഥലത്തോട്ടാണ് ഞാൻ കയറിയേക്കണേടാ. ഇവിടെ നിന്ന് തന്നെയാണല്ലോ ട്രിപ്പ് വന്നേക്കണത്. ഇതാണ് ശിവരാത്രി നടക്കുന്ന സ്ഥലോട്ടാ. ഓ നൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പോയി 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 ഞാൻ മഹോത്സവം നടക്കണതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഇപ്പം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റുമോ? ഫയർ സ്റ്റേഷൻ എന്നൊക്കെ ഇതുണ്ടല്ലോ. ഐ ഡോണ്ട് നോ. ലൊക്കേഷൻ ഇത് തന്നെ കാണിച്ചേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാർ ഓടിച്ച് റെഡ് കാർപ്പറ്റിലേക്കാണ് ഓടിച്ചേരിക്കണം. ഇടി കിട്ടോ? അറൈവ്ഡ് വെസ്റ്റ്. ഒരു വണ്ടികളുമില്ല. ഞാൻ റെഡ് കാർപ്പറ്റിൽ കിടന്ന് കറങ്ങണേണ്ടോ. കസ്റ്റമറേയും കാണാനില്ല. ട്രാപ്പ് കോൾ ചെയ്തിട്ട് എടുക്കാനുള്ള കസ്റ്റമർ. അറൈവ്ഡ് ആയിട്ടുണ്ട്. നോക്കാം. എൻ്റെ പൊന്നെ, ഞാൻ നിൽക്കണ സ്ഥലം നോക്കിയ ഗൈസ്. കസ്റ്റമർ ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കണത്. കസ്റ്റമർ ലൊക്കേഷനാണ് ഇവിടെ. കസ്റ്റമർ കമോൺ. റെഡ് കാർപ്പറ്റിൽ കിടന്ന് കറങ്ങണേണ്ടോ. കസ്റ്റമർ തെങ്ങോട് പോവാൻ വേറെ സ്ഥലത്ത് എവിടെയോ നിന്നേച്ചത്. ഞാൻ റെഡ് കാർപ്പറ്റിൽ കൂടി ഇട്ടൊക്കെ ഇറക്കി. ആൾക്കാരൊക്കെ എന്നെ നോക്കണത്, ഇവനാരാണ് തലയിൽ ക്യാമറയും വെച്ചോട്ട് റെഡ് കാർപ്പറ്റിൽ കൂടി വരാൻ. ആ മൂട്. കസ്റ്റമർ ഈ ഫ്ലാറ്റിൻ്റെ എവിടെയോ നിൽക്കണത്. ഞാനൊന്ന് കറങ്ങി. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി ഇട്ടു. സെറ്റായത്. കസ്റ്റമർ പുറത്തേക്ക് കണ്ട് ഗൈസ്. ഞാൻ അവരെ കൊണ്ടാക്കട്ടെ കേട്ടോ. ഗൈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 പേരായിരുന്നു കേട്ടാ. അപ്പനും അമ്മയും മോളും ഡോക്ടർ ഫാമിലിയിലായിരുന്നു കേട്ടാ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കസ്റ്റമർ എന്താ പറയാ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി പെട്ടെന്ന്. അയ്യോ ഏറ്റത്തിലാണ് മോനെ. പറഞ്ഞു വന്നത് ടോപ്പിക്ക് മാറിപ്പോയി. അപ്പൊ മച്ചാന്മാരെ പറഞ്ഞു വന്നത് നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടാ. പിന്നെ ഞാൻ എൻ്റെ കസിൻ ബ്രദറിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കണമായിരുന്നു. അപ്പോൾ ചുമ്മാ ഒരു ഇൻട്രസ്റ്റിംഗ് ടോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ബാക്കിൽ, അതായത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബ്രദർ ആ ഒരു ഫീൽഡാണ് അങ്ങനെ സംസാരിച്ച് വന്നു. അങ്ങനെ കുറേ നേരം സാറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഡോക്ടർ ഫാമിലി അല്ലേ. അപ്പോൾ ഞാൻ മേഡത്തിനോട് ചോദിച്ചു, എന്താണ് ഈ മരണവെപ്രാളം, അതായത് മരിക്കണ വിഷ്വലി നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഡോക്ടറാകുമ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലെന്ത് അനുഭവമാണ് ഉണ്ടായെന്ന് ചോദിച്ചിട്ടാണ്. അതായത് മീൻസ് പേടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഭയപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതായത് അവരുടെ ലിഫ്റ്റ് ഇപ്പോൾ തരാൻ പറ്റുള്ളൂ, എനിക്ക് ട്രിപ്പ് എടുത്ത് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ തരാറുത്. അതുപോലെ എല്ലാം ഇങ്ങനെ കുഴച്ച് വാരിട്ടേക്കണം, എൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന പോലെ ഒരാൾ മരിച്ചിട്ട്, അങ്ങനെ ഒരു ഓൾറെഡി മരിച്ച് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് മോർച്ചറി സംതിങ് അവിടെ നിന്ന് ഒരു ബെല്ലടി വന്നു നിന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു അനുഭവം അവർ പഠിച്ചിരിക്കുന്ന സമയത്ത് ആണെന്നാണ് അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡോക്ടർമാരല്ലേ, 3 ഡോക്ടർമാരാണ്, അച്ഛനും അമ്മയും മകളും ഡോക്ടറാണ്. ജർമ്മനിയിലുള്ളതാണ്ടാ.
അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ ഞാനപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പറയാം, നിങ്ങൾക്ക് ഇനിയും എൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊച്ചി റൈഡർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ശരി, യൂട്യൂബിലൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ നിങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ അവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കൊച്ചി റൈഡർ. ലെറ്റ്സ്. ഇപ്പോൾ സമയം 5:54 കഴിഞ്ഞിട്ടാ. 1653 രൂപ പ്ലസ് 230 പ്ലസ് 250. അപ്പോൾ ഗൈസ് നമ്മ 2000 എത്തിച്ചിട്ടാ. ഇനിയിപ്പോൾ ഞാൻ ഇൻഫോ പാർക്കിൻ്റെ അങ്ങോട്ടേക്കാണ് പോണത്. അതാകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇറങ്ങാനായിട്ടുള്ള സമയത്തിൽ നിൽക്കണേണ്ട. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ട്രിപ്പ് തിരഞ്ഞെടുത്ത് പോവാലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്, കാലിയോടി. പക്ഷേ ഇതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഒരു ഹാപ്പി കസ്റ്റമർ ആയിരുന്നു, അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. മീൻസ് ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവരായിട്ട് ഫ്രണ്ട്ലി ആയത് എങ്ങനെയാണെന്ന് അറിയോ? ഞാനിങ്ങനെ പറഞ്ഞിട്ടാ മേഡം കയറിയ മേഡം കാരണം ഞാൻ റെഡ് കാർപ്പറ്റിലോട്ടൊക്കെ കയറിയായിരുന്നു. എവിടെ പറഞ്ഞ ഇങ്ങനെ ശിവരാത്രി നടക്കണല്ലേ, അപ്പോൾ വണ്ടി റെഡ് കാർപ്പറ്റിലോട്ടൊക്കെ കയറി എല്ലാവരും നോക്കണായിരുന്നു എന്ന് പറഞ്ഞു. അത് ശരിക്കും എല്ലാവരും നോക്കിയിട്ടാ അവിടെ നിന്ന് ഇവിടുന്നേക്കാം. വണ്ടി അങ്ങനെ കയറ്റാൻ പാടില്ലെന്ന് തോന്നണ്. പിന്നെ ഉത്സവം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥനയും കാര്യങ്ങളും നടക്കണതൊന്നും അവിടെയല്ല, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷെ എന്നാലും ഒരു റെഡ് കാർപ്പറ്റിലൂടെ കാറൊക്കെ ഓടിച്ച് കസ്റ്റമർ പിക്കാൻ വേണ്ടി പോയ സീനൊന്ന് ആലോചിച്ചൊക്കെ കഴിച്ച. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ള് കോമഡി മൂടായിരുന്നു കേട്ടോ. നൈസ് വൈബ് എന്ന് പറഞ്ഞാൽ നൈസ് വൈബ്. ഓക്കെ, ഹാപ്പി. അപ്പം ഇനി അടുത്ത കസ്റ്റമർ വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഗൈസ് പറയാൻ മറന്നുപോയിടാ, 495 സംതിങ് എന്തോ ആണ് കാണിച്ചത് കേട്ടാ. 100 റുപ്പീസിൻ്റെ അടുത്ത് എനിക്ക് മേഡം ടിപ്പ് തന്നിട്ടാ. ഞാൻ പറയാം ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ഇല്ല, അത് നിനക്കുള്ളതാ എന്ന് പറയും. താങ്ക് യു സോ മച്ച്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കസ്റ്റമർ, നല്ലോണം സംസാരിക്കുന്ന ഒരച്ഛനും അമ്മയും, അടിപൊളി. എന്തായാലും നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരുന്നു കേട്ടോ എനിക്ക് കസ്റ്റമറായിട്ട്. ഹാപ്പി കസ്റ്റമർ. ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു വെരി ഇൻട്രസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാന്നൊക്കെ പറഞ്ഞു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോഴേ ഈ ഒരു ഫീൽഡ് അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കുറേ പേര് ഇത്രയും നല്ല മനുഷ്യന്മാരെയും പല രീതിയിലുള്ള മനുഷ്യന്മാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ ഈ ഫീൽഡിൽ. പക്ഷേ ഇതേപോലെ ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഷോ ആയിരിക്കും. സോ അങ്ങനെയും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സ് അങ്ങോട്ട് സെറ്റ്. തൃപ്പൂണിത്തറയിലേക്ക് ഒരു ട്രിപ്പ് വന്നിട്ട് എനിക്ക്, പക്ഷെ ഞാനത് എടുത്തില്ല. ഓക്കെ, നമ്മുടെ ഏരിയൻ്റെ അങ്ങോട്ടേക്ക് എല്ലാം കിട്ടുമോ നോക്കാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, എന്തായാലും ട്രിപ്പ് വരും. ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പ് വരുമെന്ന്. എനിക്കിപ്പോൾ വന്ന് വൈറ്റ്ലയിലേക്ക് വന്നു. അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്, 300 സംതിങ് ആണ് കാണിച്ചേട്ടാ. വൈറ്റ്ലയിലേക്ക് പോവാം. തൃപ്പൂണിത്തറ ട്രിപ്പ് എടുക്കാനേ നന്നായി. തൃപ്പൂണിത്തറയിലേക്ക് എന്ത് 220 രൂപ കാണിച്ചത്. അത് മാത്രമല്ല, പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ബ്ലോക്കും പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അച്ഛന്മാരെ അപ്പം നമ്മൾ 1991 രൂപ 69 പൈസ ഒപ്പിച്ചിട്ടാ, പ്ലസ് ഒരു 250 പ്ലസ് ഒരു 230 റുപ്പീസും കൂടി ഒപ്പിച്ച്. പിന്നെ ലാസ്റ്റ് കയറിയ കസ്റ്റമർ ഭയങ്കര ഷോക്കായിരുന്നു. സോ ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. 2 ഇൻഫോ പാർക്കിൽ 2 മേഡോ കയറിയത്. പേര് ഞാൻ കാണിക്കണല്ല, കാരണം ഷോകം കസ്റ്റമറൊക്കെ പേരൊക്കെ കാണിക്കണം. ഞാൻ പേരും അതൊന്നും പറയാനുള്ള കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞ് അവരൊരു 3-4 സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റോപ്പ് ഇട്ടേക്കണത് വേറെ ഒന്നിനും കൊണ്ടല്ല, ആ വഴി പോവാൻ വേണ്ടി. അതായത് സ്റ്റോപ്പ് ഇട്ട് അവർക്ക് ഒന്നും കൊടുക്കാനൊന്നുമില്ല, ആ വഴി കൂടി വേണം അവർക്ക് പോവാൻ. അപ്പോൾ അതിനു വേണ്ടി അവർ ഇട്ട് വെച്ചേക്കണം. ഒരു ചെറിയ ഇടവഴി കൂടിയൊക്കെയാണ് ഞങ്ങൾ കയറി പോകുന്നത്. അതായത് ഇൻഫോ പാർക്കിൽ നിന്ന് നേരെ കുറേ ഇടവഴികളൊക്കെ കൂടി കയറി വൈറ്റില വരെ എത്തി. ചെറിയ വഴികളായിരുന്നു. അങ്ങനെ 2 മേഡം ഉണ്ടെന്ന് പറഞ്ഞല്ല, അതിലൊരു മേഡം പറഞ്ഞ് ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അതെന്തോ 3ാമത്തെ സ്റ്റോപ്പാണ്. 4 സ്റ്റോപ്പ് എന്നാണ് ഇട്ടേക്കുന്നത് അവർ. 3ാമത്തെ സ്റ്റോപ്പിൽ അവർക്ക് ഇറങ്ങണം. ഇറങ്ങാൻ വേണ്ടി ഞാൻ വണ്ടി നിർത്തണ സ്ഥലവും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അത് കണ്ടിട്ട് അവർ അങ്ങോട്ട് ഡോറങ്ങോട്ട് തുറന്ന് നേരെ പോയി മതിലിട്ടിടിച്ച് നല്ല സൗണ്ട്. ഞാൻ ഇറങ്ങി നോക്കിയിട്ട് എനിക്കൊന്നും കണ്ടില്ല ഗൈസ്. ഇനി വീടെത്തണവരെ ചങ്കിടിയാണ്. ദൈവമേ ഒന്നും പറ്റല്ലേ എൻ്റെ ഡോറിനെന്നുള്ള
എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ചിറകിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ മേഡം സോറി പറഞ്ഞു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആ മേഡം ഇല്ലേ, ആ മേഡം പറയണ അതൊന്നും സാരമില്ലടി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ഡയലോഗ് അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സീനായി പോയി. കാരണം ഇങ്ങനെയും കസ്റ്റമർ ഉണ്ടോ? സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ച് ഇതേപോലെ വേറെ ആരെങ്കിലും ഡോറ് തുറന്ന് ഇടിച്ച് പൊളിക്കുമ്പോൾ ഈ ഡയലോഗ് തന്നെ ആ മേഡത്തിന് പറയാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണേ. ലാസ്റ്റ് കസ്റ്റമർ വെരി വെരി ബാഡായി കളഞ്ഞു. ഞാൻ പിന്നെ ട്രിപ്പ് ഒന്നും നോക്കി നിന്നില്ല. അവിടെ ബാഡ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കൂല, എവിടെയും നിൽക്കാറില്ല. അത് ആരുടെ ഒപ്പം ആണെങ്കിലും ഞാൻ നിൽക്കൂല, ഞാൻ നൈസായിട്ട് വിട്ടളയും. അങ്ങനെ വിട്ടളഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി. 2-3 ട്രിപ്പ് വന്നു, ഞാൻ എടുത്തില്ല. പള്ളുരുത്തിലേക്ക് തന്നെ വന്നത്, ഞാൻ എടുത്തില്ല. എനിക്കിനി കസ്റ്റമറെ വേണ്ട. ഡള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവും. എനിക്കിനി അതിൻ്റെ വണ്ടിയുടെ ആ ഒരു ഡോറിന് നോക്കാതെ ഞാൻ ഇറങ്ങി നോക്കിയായിരുന്നു. പക്ഷെ ഇരുട്ടായിരുന്നു അവിടെ, അപ്പോൾ ഒന്നും കണ്ടില്ല. പോരാത്തതിന് കസ്റ്റമർ ബാക്കിയിരിക്കണല്ലേ. ഒരു മേഡം ഇറങ്ങിപ്പോയുള്ളൂ, ഒരു മേഡം പുറകിലുണ്ടായിരുന്നു. സോ അവരാ നമ്മൾ ഡ്രോപ്പായിട്ട് എത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ അവിടെ ഇറങ്ങി നോക്കിയില്ലേ, അത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോണേ. മാതാവിനോടും പ്രാർത്ഥിച്ചോണ്ട്, മാതാവേ വണ്ടിക്കൊന്നും പറ്റിയേക്കരുത്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ ഉള്ളിൽ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നറിയില്ല. അത് ശോകമാണ് കൈസ്, അത് ഭയങ്കര സീനാണ്. ആദ്യം എൻ്റെ വണ്ടിയിൽ ഒരു ബൈക്കുകാരൻ മാത്രമാണ് കൊണ്ടുവന്ന് ഫ്രണ്ടിലിട്ടൊന്ന് വരച്ചിട്ട് അങ്ങോട്ട് പോയത്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വണ്ടി എടുത്ത് 3-ാം മാസമാണ്. ഇതിപ്പോൾ ആരും വന്ന് ഇടിച്ചല്ല, നമ്മുടെ കസ്റ്റമർ തന്നെ അങ്ങോട്ട് തുറന്ന് ഇടിച്ച് പൊളിച്ചതാണ്. പൊളിഞ്ഞ് പോയിട്ടുണ്ടാന്ന് എനിക്കറിയില്ല, നല്ല സൗണ്ടായിരുന്നു. അയ്യോ, ഇനിയിപ്പോൾ വീടെത്തിയിട്ട് നമുക്ക് നൈസായിട്ട് നോക്കാം, ഒന്നും പറ്റരുത് എന്നുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ തൊട്ടപ്പുറത്തുനിന്ന് മേഡം പറഞ്ഞ ഡയലോഗ് അത് മനസ്സിൽ നിന്ന് പോകണം, അത് ഭയങ്കര ശോകമായി പോയി. ഉള്ളിലെ വെളിച്ചം കുറവാണ്. ഇവിടെയാണ് വന്ന് ഇടിച്ചേട്ടാ. ഗൈസ് ഈ 2 പെയിൻറ്റ് പോയേക്കണ്ട, ആകെയോട്ടെ ചളങ്ങില്ല. പക്ഷെ എൻ്റെ അമ്മ എന്തിടി അടിച്ചെന്നറിയോ, ചളങ്ങില്ല. വേണ്ട ഇതുമാണ് പോയേക്കണം. സീനില്ലട്ടാ, രക്ഷപ്പെട്ട്. മാതാവ് രക്ഷിച്ച്. അപ്പോൾ മച്ചാമാരെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ ബൈ.